ശബരിമല സന്നിധാനത്ത് മകരവിളക്കിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ദർശനത്തിൽ എത്തുന്നതിൽ അധികവും. അരവണ വിതരണത്തിലുള്ള നിയന്ത്രണം ഇന്നും തുടരുകയാണ്. ശബരിമല സന്നിധാനത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഡി ബിനോയ് ചേരുകയാണ്. ബിനോയ്, എന്തൊക്കെയാണ് മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പറയാനാകുന്നത്? ഇന്നലെ രാത്രി വൈകിയും നേരിയ തോതിൽ ശബരിമല സന്നിധാനത്ത് മഴയുണ്ടായിരുന്നെങ്കിലും ഇന്ന് മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു പ്രഭാതമാണ് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നല്ല തിരക്കും ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. മകരവിളക്കിന് നട തുറന്നപ്പോൾ മുതലുണ്ടായ തിരക്ക് ഇപ്പോഴും തുടരുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അധികം പേരും ഇപ്പോൾ ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തീർത്ഥാടകർക്ക് കടന്നു വരുന്നതിന് പമ്പയിലും നിലയ്ക്കലുമൊക്കെ ചെറിയ തോതിൽ നിയന്ത്രണങ്ങളുണ്ട്. കാരണം ശബരിമലയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും മകരവിളക്കിനുള്ള ഇനി ദിവസങ്ങൾ മാത്രമാണ് ആ കാത്തിരിപ്പ്. അതിനു മുന്നോടിയായുള്ള തിരക്കാണ് സന്നിധാനത്ത് നമ്മളിപ്പോൾ കാണുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏകദേശം 5 ദിവസത്തിനുള്ളിൽ 5 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്ത് ദർശനം കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ട് പമ്പയിലെത്തി ഇവിടുത്തെ ഗതാഗത വകുപ്പിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയിരുന്നു. തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് കെ.ബി. ഗണേഷ് കുമാർ പറയുകയും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ശബരിമല സന്നിധാനത്തേക്ക് എത്തും. തീർത്ഥാടകരുടെ ഏറ്റവും വലിയ പരാതി ഉയർന്നു വരുന്നത് അരവണയുടെ കാര്യത്തിലാണ്. അരവണയ്ക്ക് ഇപ്പോഴും നിയന്ത്രണം തുടരുകയാണ്. കാരണം 2 ടിൻ അരവണ വീതമാണ് ഒരാൾക്ക് ഒരു അയ്യപ്പ ഭക്തന് നൽകുന്നത്. കാരണം അത്രയധികം ആളുകൾ സന്നിധാനത്തേക്ക് എത്തുന്നു. മാത്രവുമല്ല കരാറുകാരുമായി ഉണ്ടാകുക ചില പ്രതിസന്ധി, ടിന്ന് നൽകുന്ന കരാറുകാരുടെ ഭാഗത്തുനിന്ന് ചില പ്രതിസന്ധിയാണ് ഇതിന് കാരണമെന്ന് പറയുന്നു. അതേസമയം ശബരിമല സന്നിധാനത്ത് പരമ്പരാഗത കാനനവതി പാത വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണവും ഓരോ ദിവസവും കൂടുകയാണ്. ഏറ്റവും കൂടുതൽ എരുമേലിയിൽ പേട്ടതുള്ളി ശബരിമല സന്നിധാനത്ത് എത്തുന്നവരാണ് കൂടുതൽ. പുല്ലുമേട് വഴിയും തീർത്ഥാടകർ എത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ എരുമേലിയിൽ വഴി എത്തുന്ന തീർത്ഥാടക എണ്ണത്തിൽ കാര്യമായ വർധനയ്ക്കാണ് സാധ്യത. അതുപോലെ തന്നെ പുല്ലുമേട് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണവും ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കെല്ലാം തന്നെ വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിലും തീർത്ഥാടകരുടെ വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇത് ക്രമീകരിക്കുന്ന നടപടിക്രമങ്ങളും പുരോഗമിച്ചു വരികയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം കൂടാൻ തന്നെയാണ് സാധ്യത. അതേസമയം പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത്. തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ അവിടെയും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശബരിമല സന്നിധാനത്തു നിന്നും സജി തറയിലിനും അജീഷ് അച്ചുവിനുമൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്. ശബരിമല സന്നിധാനത്തെ അരവണ വിതരണ പ്രതിസന്ധി പരിഹരിക്കാൻ ദേവസ്വം ബോർഡ് നടപടികൾ തുടങ്ങി.